ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്ന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്ക് ഡിസൈൻ കാണാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്കിനി അധികം വൈകാണ്ട് നമുക്ക് ഈ നെക്ക് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാവേ. അതിനായിട്ട് നമ്മൾ നോർമൽ കുർത്തിയിൽ ചെയ്യണ മെഷർമെൻറ്റ്സ് നമ്മുടെ എങ്ങനെയാണോ അങ്ങനെയെല്ലാം അടയാളപ്പെടുത്തുക. ഞാനിപ്പോൾ മെഷർമെൻറ്റ്സ് എല്ലാം ഇവിടെ കാണിച്ചിട്ടില്ല, നെക്കാണ് പ്രധാനമായിട്ട് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. അതിനായിട്ട് നമ്മൾ ലെങ്ത് അടയാളപ്പെടുത്തിയതിൻ്റെ ലൈനിൽ നിന്ന് മുകളിലേക്ക് ഒരു 3.5 ലെങ്ത് മാർക്ക് ചെയ്യുക. അതിനുശേഷം വിഡ്ത്ത് ഒരു 3 മാർക്ക് ചെയ്ത ശേഷം നമ്മളൊരു ചെറിയ ബോക്സ് ആക്കി അതൊന്ന് വരച്ചു കൊടുക്കുക. വീഡിയോയിൽ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ശേഷം നമ്മളതൊന്ന് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ 3 അടയാളപ്പെടുത്തിയ വിഡ്ത്ത് അടയാളപ്പെടുത്തിയതിൻ്റെ അവിടെ നിന്ന് ഷോൾഡർ ഒരു 5 മാർക്ക് ചെയ്ത ശേഷം ഷോൾഡർ സ്ലോപ്പ് നമ്മളൊരു 1/2 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ. അത് എന്നിട്ട് നമ്മൾ നെക്കിലേക്കൊരു ചെരിച്ചൊരു ലൈൻ വരച്ച് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ആം ഹോൾ എടുക്കുന്നത് 7 ആണ്, കോളർ ആയതുകൊണ്ട് 7 എടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ചെസ്റ്റ് വേസ്റ്റ് സ്ലിറ്റിൻ്റെ അവിടെയെല്ലാം നമുക്ക് മെഷർമെൻറ്റ്സ് എങ്ങനെയാണോ അതെല്ലാം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്കിപ്പം കുർത്തിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വേണ്ടവർക്ക് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം ഈ ഇത് മാർക്ക് ചെയ്യുക കേട്ടോ. നെക്കിൽ മാത്രമേ നമുക്ക് വ്യത്യാസം വരുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ കോളർ ആയതുകൊണ്ട് ഫ്രണ്ട് ആം ഹോൾ കുറച്ച് കുഴിച്ച് വരയ്ക്കുന്നുണ്ട്. അതിനായിട്ട് നമ്മൾ നോർമലായിട്ട് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് ഒരു ഉള്ളിലേക്ക് ഒരു 1/4 ഇഞ്ച് എടുത്തതിന് ശേഷം വേണം നമ്മളിതൊന്ന് മാർക്ക് ചെയ്യാൻ. ഈ വീഡിയോയിൽ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു തരുമ്പോൾ ഒന്നും കൂടി ഒരു കൺഫ്യൂഷൻ ആകും. അതുകൊണ്ട് വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച ശേഷം കൈക്കുഴി ഒന്ന് നോക്കിയിട്ട് മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മളതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ബാക്ക് പോർഷൻ ആണെങ്കിലും ഇത് നമ്മളിനി വെച്ചിട്ടാണ് ആ മേളിലേക്ക് വരച്ചേക്കുന്ന മാത്രം മാറ്റിയിട്ടാൽ മതി. ബാക്കി എല്ലാ മെഷർമെൻറ്റ്സും അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. കൈക്കുഴി നമ്മൾ അത്രയും ബാക്ക് പോർഷനിൽ കുഴിച്ച് വെട്ടില്ല, അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയെല്ലാം ഫ്രണ്ട് പോർഷൻ വെട്ടിയ പോലെ തന്നെയാണ്. അടുത്തായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ക്യാൻവാസിൽ നെക്ക് മാർക്ക് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ തുണിയിൽ മാർക്ക് ചെയ്ത പോലെ തന്നെ 3.5 ലെങ്ത് അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം നമ്മൾ അതിൽ നിന്നാണ് ഇനി നെക്ക് മാർക്ക് ചെയ്യുന്നത്. നമ്മളിപ്പോൾ വരച്ച ലൈനിൽ നിന്ന് നമുക്ക് വിഡ്ത്ത് അതിൽ കൊടുക്കേണ്ടത് 1.25 മുകൾ വശത്ത് വരച്ചേക്കുന്ന ലൈനിൽ കൊടുക്കേണ്ടത് 1.5 1.25 1.5 വിഡ്ത്ത് ക്യാൻവാസിൽ കൊടുക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അതിപ്പോൾ വന്നിട്ട് ഒരു ലൈനായിട്ട് നമ്മൾ വരച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ നെക്കിൻ്റെ ലെങ്ത് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് നമുക്ക് എത്രയാണോ മെഷർമെൻറ്റ് വേണ്ടത് അതാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കൊടുത്തേക്കുന്ന 6.25 പിന്നെ നമുക്ക് ആ ചെറുതായിട്ട് താഴേക്ക് വന്നേക്കുന്ന ആ ഒരു പോർഷൻ 2 ഇഞ്ചുമാണ് കൊടുത്തേക്കുന്നത്. നെക്കിൻ്റെ ലെങ്തും വിഡ്ത്തും ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ കൊടുത്തേക്കുന്ന 6.25 ആണെങ്കിൽ നമുക്കൊരു 7 7.5 വരെയൊക്കെ കൊടുക്കാം. കോളർ ആയതുകൊണ്ട് കുറച്ച് ഇറങ്ങിയിരുന്നാലും കുഴപ്പമില്ല. വിഡ്ത്തും അതുപോലെ കുറച്ചധികം വിരിഞ്ഞിരിക്കണമെന്നുള്ളവർക്കാണെങ്കിൽ കുറച്ചധികം വിഡ്ത്തും കൊടുക്കാം കേട്ടോ. ഇപ്പം വിഡ്ത്ത് നമ്മൾ അധികം ഇതിനകത്ത് അങ്ങനെ കൊള്ളിക്കേണ്ട കാര്യമില്ല. ഞാനിപ്പോൾ ഒരു 3.5 വെച്ചിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് കുറച്ച് പോർഷൻ പുറത്തേക്ക് വരും. എന്നാൽ ഇത് കുറച്ച് വൈഡായിട്ട് വന്നാലേ കോളർ നെക്ക് ആയതുകൊണ്ട് കാണാൻ ഭംഗിയുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ റൗണ്ടും അല്ലാത്ത വിയും അല്ലാത്ത ഒരു ഷേപ്പാണ് നമ്മളിതിന് കൊടുത്തേക്കുന്നത്. അതിനുശേഷം നമ്മൾ സൈഡിലേക്ക് വിട്ട് എടുത്തേക്കുന്നത് 1.25 വെച്ചിട്ടാണ് കേട്ടോ. 1.25 1.5 വെച്ചിട്ട് നമുക്ക് വിട്ട് എടുക്കാം. അതാണ് കോളറിൻ്റെ വിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ 1.5 1.25 അതിൽ കൊള്ളിച്ച് എത്ര വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. അധികം കുറഞ്ഞു പോകരുത്. ആ നെക്കിലേക്ക് നമ്മൾ കോളർ പൊങ്ങി നിൽക്കുന്ന പോർഷൻ വരുന്നത് ഈ കൊടുക്കുന്ന വിട്ടാണ്. അതിനുശേഷം നമ്മളതൊന്ന് കട്ട് ചെയ്തെടുക്കുക. നമ്മളിതിപ്പോൾ കട്ട് ചെയ്തെടുത്ത ക്യാൻവാസ് നമ്മളിനി നോർമലായിട്ട് നമ്മൾ നെക്ക് എങ്ങനെയാണോ ചെയ്യാറ് അതുപോലെ തന്നെ ക്യാൻവാസ് ഇപ്പോൾ നമ്മളിനി തുണിയിലേക്ക് അയൺ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സൈഡെല്ലാം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിപ്പം ക്യാൻവാസ് ഒട്ടിച്ചെടുത്ത പീസിൻ്റെ സെൻറ്ററും ഫ്രണ്ട് പോർഷൻ്റെ സെൻറ്ററും മാർക്ക് ചെയ്തതിന് ശേഷം അത് നെക്ക് അതിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇനി നമ്മൾ നോർമലായിട്ട് നെക്ക് ചെയ്യുന്നത് പോലെ തന്നെ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നെക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാലൻസ് ഉള്ള പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ചെറിയ നോച്ചസ് ഇട്ട് കൊടുത്ത് അത് ഉള്ളിലേക്ക് മടക്കി കൊടുക്കാം കേട്ടോ. നമുക്ക് ഇത് അയൺ ചെയ്തെടുത്ത പീസാണ്, നമ്മളിതാണ് ഉള്ളിലേക്ക് കൊടുത്തേക്കുന്നത് കേട്ടോ. നമ്മളത് അങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുക. അപ്പോൾ നല്ലൊരു വൃത്തിക്ക് കിട്ടും കേട്ടോ. അതിന് ശേഷം നമ്മൾ ആ പൊങ്ങി നിൽക്കുന്ന 2 പീസും കൂടി ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോഴാണ് കോളറിൻ്റെ ഇത് വരുന്നത്. ഇനി നമുക്കിതിലേക്ക് ബാക്ക് പോർഷനും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് ബാക്ക് പോർഷൻ ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷൻ്റെയും ഷോൾഡർ ഒപ്പം വെച്ചതിന് ശേഷം നെക്കിൻ്റെ അങ്ങോട്ടേക്ക് വേണം നമ്മൾ അടിച്ചെടുക്കാനായിട്ട്. ഷോൾഡർ ഒപ്പം വെച്ചതിന് ശേഷം അങ്ങോട്ടേക്ക് വേണം നമുക്ക്
പൊങ്ങി നിൽക്കുന്ന പീസ് എത്രത്തോളം അടിക്കണമെന്ന് അതനുസരിച്ചിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നെക്കിൻ്റെ അവിടേക്ക് ആ കോളർ കയറ്റി അടിക്കാണ്ട് നമ്മൾ അടിച്ചവിടെ നിർത്തുക. 2 ഷോൾഡറും അതുപോലെ തന്നെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആ മേളിൽ കോളറിൻ്റെ പോർഷൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. കുറച്ചധികം വരും, നമ്മളതൊന്ന് ജോയിൻ ചെയ്തതിന് ശേഷം നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതിയേ. നമ്മൾ ആ നെക്കിൻ്റെ അവിടെ അടിച്ച് നിർത്തിയ പോർഷനിൽ ചെറിയൊരു കട്ട് കൊടുക്കുക കേട്ടോ. നമുക്ക് ആ കോളറൊന്ന് വളച്ചെടുക്കാൻ എളുപ്പത്തിനാണ് നമ്മളൊരു ചെറിയ 2 ഒരു കട്ടിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് എത്രത്തോളം അതൊന്ന് വെച്ച് കൊടുത്ത് നോക്കുക, എത്രത്തോളം നമുക്ക് ആ നെക്കിൻ്റെ വിട്ട് വേണമെന്നുള്ളത്. നമുക്കിനി ആ കോളറിൻ്റെ 2 പോർഷനും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവേ. നമുക്ക് എത്ര വീതി വേണമെന്ന് നോക്കിയതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം അധികം വന്നത് നമുക്ക് കട്ട് ചെയ്തെടുക്കാവേ. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് കോളർ ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി നമുക്ക് ആ നെക്ക് ലൈനിലേക്ക് ഇതൊന്ന് ജോയിൻ ചെയ്തെടുക്കാവേ. ഇനി നമുക്ക് ചെയ്ത് കൊടുക്കാനുള്ളത്, നമ്മൾ നല്ല വശത്ത് നിന്ന് ചീത്ത വശത്തേക്ക് മടക്കിയേക്കുന്ന കോളറിൻ്റെ പോർഷൻ ഷോൾഡർ ടു ഷോൾഡർ വരെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ബാക്കി നെക്കിൻ്റെ പോർഷനിലേക്ക് വരെ നമ്മൾ ഹെം ചെയ്ത് വെക്കുക ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ള പോർഷൻ നമ്മൾ മെഷീനിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. നമ്മുടെ കോളർ നെക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇപ്പോൾ നമുക്കിത് കോളറായിട്ട് ആണെങ്കിൽ കോളറായിട്ടും തോന്നിക്കും, നോർമൽ നെക്കായിട്ടും തോന്നിക്കും. അങ്ങനെ ഒരു നെക്കാണ് നമ്മളിവിടെ ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.